എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സെക്കൻഡ് ലൈവ് റേഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലെ ട്രെയിലുണ്ട്, എണ്ണി നോക്കിയാലോ. 1 2 3 4 5. ഈ 5 വിരലുകളുടെ പേര് നിങ്ങൾക്കറിയോ? ആദ്യത്തെ ഫിംഗർ തമ്പ്. തമ്പ് എന്ന് പറഞ്ഞ നല്ല വിരൽ. രണ്ടാമത്തെ ഫിംഗർ പോയിന്റർ ഫിംഗർ, ചൂണ്ടുവിരൽ. മൂന്നാമത്തെ ഫിംഗർ മിഡിൽ ഫിംഗർ, നടുവിരൽ. പിന്നെ റിംഗ് ഫിംഗർ. റിംഗ് ഫിംഗർ എന്ന് പറഞ്ഞ മോതിര വിരൽ. അവസാനത്തെ ലിറ്റിൽ ഫിംഗർ, ചെറുവിരൽ. ഒരു ദിവസം ഈ ഫിംഗറുകളൊക്കെ കൂടി ഒറ്റാണ് പറഞ്ഞ് ഇടിച്ചായിരുന്നു. ആ സമയത്ത് തള്ളവിരലില്ലേ, തടിവിരല് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാനാണ് നിങ്ങളുടെ നേതാവ്. എനിക്കാണ് ഏറ്റവും ശക്തി കൂടുതൽ. ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കും. ഇത് പറഞ്ഞപ്പോ നടുവിലത്തെ ഫിംഗർ ഇല്ലേ, മിഡിൽ ഫിംഗർ, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, എന്നെ നോക്കിയ നിങ്ങളെ എന്റെ അപ്പുറത്തിപ്പുറത്തല്ല നിക്കണ, ഏറ്റവും ഉയരത്തിൽ നിക്കണ ആരാ? ഞാനല്ലേ, ഞാനാണ് ഏറ്റവും വലിയ ആള്. അത് കേട്ടപ്പോ നമ്മുടെ ചൂണ്ടുവിരലിന് ദേഷ്യം വന്നു. ചൂണ്ടുവിരല് പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞത് ശരിയല്ല. ആൾക്കാരെ ഓരോന്ന് ചൂണ്ടി കാണിച്ചുമ്പോ നിങ്ങളൊക്കെ എവിടെ പോയിരിക്ക? നിങ്ങളൊക്കെ ഇങ്ങനെ ചുണ്ട് വീടിരിക്കും, ഞാൻ മാത്രം നീറി നിക്കണം. നിങ്ങളൊക്കെ പേടിട്ടുണ്ടമാരാ, ആർക്കാരെയും കൂട്ടില് നിൽക്കേ. ധൈര്യമുള്ള ആൾക്കാരാണ് നേതാവാണ്ട്. മനസ്സിലായാ? ഇത് കേട്ടപ്പോ നമ്മുടെ മോഡിലെ പേരിൽ എനിക്കിത് കാര്യം പറയാണ്ടെന്നു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യന്മാർക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം. എന്താണെന്നറിയോ? എല്ലാരും എന്റെ മേലെയാണ് മോതിരം ഇടുന്നത്. അവര് മോതിരം ഉണ്ടാവാ എന്നെ ഏറ്റവും ഇഷ്ടമായ കാരണം. അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ നേതാവ്. ആകെ വഴുക്കായവര് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയൊക്കെ ആയി. അങ്ങനെ ഇടിക്കുന്നതൊക്കെ ഒരാൾ മാത്രം മിണ്ടാണ്ടിരിക്കുന്നു. ആടെ നിങ്ങൾക്കറിയോ? അതാണ് നമ്മുടെ കുഞ്ഞുവരിൽ, ചെറുവരിൽ മിണ്ടാണ്ടിരുന്നു. ഇടിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യേ പിന്നെ മാത്രം ഒന്നും അറിയാനില്ല. ചെറുവരിൽ പറഞ്ഞു, ഞാൻ മിണ്ടാണ്ടിരുന്നത് ഞാൻ എന്റെ ദൈവത്തിന് അനുസരിച്ചായിരുന്നു. നിങ്ങൾക്കറിയോ, മനുഷ്യന്മാരെ ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കൈ കൂപ്പി പിടിച്ചാൽ കണ്ടോ? ഒരു കൈ കൂപ്പി പിടിക്കുമ്പോ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവരാരാ? ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാരാ? അവർക്ക് മനസ്സിലായി, ചെറുവിരലാണ് ദൈവത്തിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കണ ആൾ. ചെറുവിരൽ പറഞ്ഞു, എനിക്ക് തലവരന്റെ പോലെ സത്യമൊന്നുമില്ല, ചുണ്ടിന്റെ ധൈര്യമൊന്നുമില്ല, മോതിരന്റെ ഭംഗിയൊന്നുമില്ല, നടുവേലിന്റെ പോലെ വീടൊന്നുമില്ല. പക്ഷേ എന്നെ സത്യനാക്കണം യേശുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എന്റെ കൊച്ചു കൂട്ടുകാരെ, നമ്മളും ചെറുവലിന്റെ പോലെയാണ്. മറ്റുള്ളവരുടെ കൂടെ അടിയിട്ടും പറഞ്ഞ് ഇടികൂടാൻ പാടില്ല. നമ്മൾ യേശുവിൽ ചേർന്ന് നിൽക്കണം. നിങ്ങൾ ഈ വചനം കേട്ടിട്ടുണ്ടോ? ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. ഈ കഥ കഴിഞ്ഞൂട്ടാ. വേറെ ദിവസം വേറെ ഒരു കഥയായിട്ട് ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ. യേശു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ